ഭാരതവും റഷ്യയും സമസ്ത മേഖലകളിലും അടുത്ത സൗഹൃദവും വിശ്വാസ്യതയും പുലർത്തുന്ന രാജ്യങ്ങളാണെന്ന് അറിയാമല്ലോ. എന്നാൽ അതേസമയം അമേരിക്കയുമായി പല കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന് ശക്തമായ വിയോജിപ്പുകളുമുണ്ട്. സഖ്യകക്ഷിയെ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്നും അമേരിക്ക നമ്മുടെ വിശ്വസ്ത പങ്കാളിയായിരുന്നെങ്കിൽ സാമ്പത്തികമായും സൈനികമായും നാം കുറേക്കൂടി മുന്നേറിയേനെ എന്ന് വാദിക്കുന്നവരും നിരവധിയുണ്ട്. എന്നാൽ ഈ വാദഗതികൾക്കപ്പുറം എന്താണ് നയതന്ത്ര തലത്തിലെ യാഥാർത്ഥ്യമെന്ന് സാമാന്യ യുക്തിയിൽ ആരും ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്നതിലുമപ്പുറം സങ്കീർണമായ വസ്തുതകൾ നയതന്ത്ര ബന്ധങ്ങളിൽ ഉണ്ടാകാറുണ്ടെന്നും നാം മനസ്സിലാക്കണം. ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥയിലും സൈനിക ശക്തിയിലും അനിഷേധ്യ സ്ഥാനത്ത് ഭാരതമെത്തുമ്പോൾ അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് സൃഷ്ടിക്കുന്ന ഭീഷണി ചെറുതല്ല. അമേരിക്കയുടെ ഒന്നാം സ്ഥാനത്തിന് ഭീഷണിയാകുന്ന ഒന്നിനെയും വളരാൻ അനുവദിച്ച ചരിത്രമില്ല അവിടുള്ള ഭരണാധികാരികൾക്ക്. ഒന്നുകിൽ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തും, സൈനിക അധിനിവേശം നടത്തും. ഇതൊക്കെയും ഫലിക്കാത്ത ഇടങ്ങളിൽ CIA-യും ഡീപ് സ്റ്റേറ്റും ഗൂഢപദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. റഷ്യയും അമേരിക്കയുമായി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുന്നേ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഒരു കോളനി രാഷ്ട്രമായിരിക്കുകയും സായുധ പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്തതുമായ രാജ്യം എന്ന നിലയിൽ അമേരിക്ക ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തെ അനുഭാവപൂർണമായാണ് സമീപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിനുമേൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകണമെന്ന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. റഷ്യൻ വിപ്ലവവും ആ നാട് ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രവും ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ചു എന്നതാണ് ചരിത്രം. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സായുധ കലാപം സംഘടിപ്പിക്കാൻ ആശയപരവും സൈനികവുമായ സഹായം തേടി നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഭരണാധികാരി ജോസഫ് സ്റ്റാലിന് കത്തെഴുതിയതും നേരിൽ കാണാൻ ശ്രമിച്ചതും ചരിത്രം. നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിന് പിന്നാലെ സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായും ഒരേ സമയമാണ് നയതന്ത്ര ബന്ധം ആരംഭിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ഇരുധ്രുവ ലോകക്രമം ഉണ്ടാവുകയും ശീതയുദ്ധം ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഭാരതം ചേരിചേരാ നയം സ്വീകരിക്കുകയും ഇരുപക്ഷത്തോടും നയതന്ത്ര തലത്തിൽ സൗഹൃദം സൂക്ഷിക്കുകയും ചെയ്തു. ചേരിചേരാ നയം പ്രഖ്യാപിത നിലപാടെങ്കിലും ഭാരതം അക്കാലത്ത് സോവിയറ്റ് യൂണിയനൊപ്പമായിരുന്നു. ഭാരതവും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ അമേരിക്ക എടുത്ത നിലപാടുകളും പാകിസ്ഥാനുമായി നിർണായക പ്രതിരോധ ഉടമ്പടികൾ ഉണ്ടാക്കുകയും ആയുധങ്ങൾ കൈമാറുകയും ചെയ്ത അവസരത്തിൽ ഭാരതത്തിന് സുരക്ഷാ ആശങ്ക പരിഹരിക്കാൻ ഒരു വൻശക്തി രാജ്യത്തിൻ്റെ പിന്തുണ കൂടിയേ തീരൂ എന്ന ഘട്ടം വന്നു. ബംഗ്ലാദേശ് വിമോചന യുദ്ധസമയത്ത് അമേരിക്കൻ കപ്പൽപ്പട പാകിസ്ഥാനു വേണ്ടി എത്തുകയും ഭാരതത്തെ പിന്തുണച്ച് റഷ്യ നിലകൊള്ളുകയും ചെയ്തപ്പോൾ ഭാരതവും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം സുദൃഢമായി. ഭാരതത്തിന് മിഗ് വിമാനങ്ങളടക്കമുള്ള നിർണായക ആയുധങ്ങളും സാങ്കേതിക വിദ്യയും സോവിയറ്റ് യൂണിയൻ കൈമാറി. 2000-ൽ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയതോടെയാണ് ഭാരതവും അമേരിക്കയുമായുള്ള അടുത്ത ബന്ധം ആരംഭിക്കുന്നത്. അന്നത്തെ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റെ സന്ദർശനത്തോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയ അധ്യായം തുറക്കുന്നത്. രാജ്യത്ത് ഏറിയ പങ്കും കോൺഗ്രസ് സർക്കാരുകൾ അധികാരം കൈയാളിയപ്പോൾ ഭരണം അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടതായി വാർത്തകളില്ല. എന്നാൽ അമേരിക്കൻ ചാരസംഘടനയായ CIA നമ്മുടെ രാജ്യത്ത് രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കാൻ അന്നും ഇന്നും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഡീപ് സ്റ്റേറ്റ് എന്നാൽ അധികാര ഇടനാഴിയിൽ അദൃശ്യമായി നിലകൊള്ളുന്ന കോർപ്പറേറ്റുകളുടെയും ഉദ്യോഗസ്ഥ സൈനിക നേതൃത്വങ്ങളുടെയും അവിശുദ്ധ കൂട്ടുകെട്ടാണ്. അധികാര കേന്ദ്രങ്ങളിൽ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളുടെ ഇടപെടൽ ഉണ്ടായിട്ട് അധികകാലം ആകാത്തതിനാൽ ഇക്കൂട്ടരെക്കുറിച്ചുള്ള ചർച്ചകളും ഉയർന്നു വരുന്നത് അടുത്ത കാലത്താണ്. എന്നാൽ CIA-യുടെ കാര്യത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ശീതയുദ്ധകാലത്ത് ഭാരതം സോവിയറ്റ് യൂണിയന് അനുകൂല നിലപാടുകൾ സ്വീകരിച്ചതിനാൽ CIA വിവിധ ഭരണ നേതൃത്വങ്ങളെയും രാഷ്ട്രീയ നീക്കങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചതായി നിരീക്ഷണങ്ങൾ വന്നിരുന്നു. ദക്ഷിണേന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വേരോട്ടം ഉണ്ടാക്കിയപ്പോൾ അതിനെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് CIA രംഗത്തെത്തിയെന്ന് വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി ഭാരതത്തിൽ അധികാരത്തിൽ എത്തിയ ശേഷം ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ വ്യക്തമാണ്.
ആഗോള സാമ്പത്തിക ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ രാജ്യത്തിൻ്റെ നയം ഉയർത്തിപ്പിടിക്കുന്നതാണ് മോദി ഭരണകൂടത്തിനെതിരെ നീങ്ങാൻ ഡീപ് സ്റ്റേറ്റിനെ പ്രേരിപ്പിക്കുന്നത്. മോദി ഭരണത്തിൻ കീഴിൽ രാജ്യം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നേടിയ മുന്നേറ്റവും സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും നേടിയ വിജയങ്ങളും സംഘർഷ മേഖലകളിൽ പോലും നേടുന്ന സ്വീകാര്യതയുമെല്ലാം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഡീപ് സ്റ്റേറ്റിനോ CIA-ക്കോ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കണമെങ്കിൽ ദുർബലമായ ഭരണകൂടങ്ങൾ ആവശ്യമാണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ അധികാരം നേടുന്നതും അവരുടെ പദ്ധതികൾ തകിടം മറിക്കുന്നു. ഹംഗേറിയൻ അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സോറോസ് ഡീപ് സ്റ്റേറ്റ് ശൃംഖലയുടെ പ്രധാന കണ്ണിയാണെന്ന ആരോപണം ശക്തമാണ്. അദ്ദേഹം ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് അഥവാ OCCRP എന്ന സന്നദ്ധ സംഘടന ഭാരത സർക്കാരിനെതിരെയും വ്യവസായ പ്രമുഖർക്കെതിരെയും നടത്തുന്ന ആരോപണങ്ങൾ ഡീപ് സ്റ്റേറ്റ് അജണ്ട മുൻനിർത്തിയിട്ടുള്ളതാണ്. 2006 സ്ഥാപിതമായ OCCRP ലക്ഷ്യമിടുന്നത് അതിർത്തികൾ ഭേദിച്ചുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണ ഇടപാടുകൾ എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന മാധ്യമ കൂട്ടായ്മ എന്നതാണ്. ജോർജ് സോറോസ് സ്ഥാപിച്ച ചാരിറ്റി നെറ്റ്വർക്ക് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും അമേരിക്കൻ സർക്കാർ ഫണ്ടിംഗായ USAIDും അടക്കമുള്ളവരാണ് OCCRPക്ക് സാമ്പത്തിക സഹായം നൽകുന്നത്. വ്യവസായി ഗൗതം അദാനിക്കെതിരെ OCCRP പുറത്തുവിട്ട അഴിമതി ആരോപണം രാജ്യത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ നടന്ന ഗൂഢാലോചനയാണെന്ന് BJP ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. 2020 ഓഗസ്റ്റിൽ ആരംഭിച്ച 2021 ഡിസംബർ വരെ നീണ്ട കർഷക പ്രക്ഷോഭത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന ആരോപണം ശക്തമാണ്. സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി ഭരണ അട്ടിമറി നടത്തുകയായിരുന്നു ലക്ഷ്യം. ചെങ്കോട്ടയിൽ പ്രക്ഷോഭകർ കയ്യേറി നടത്തിയ അതിക്രമം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രക്ഷോഭവും ഇതിനോടനുബന്ധിച്ച് നടന്ന ഡൽഹി കലാപത്തിലും ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി പൊതുജനവികാരം സൃഷ്ടിക്കാനും അതുവഴി പൊതുസ്വീകാര്യത ഉറപ്പാക്കലുമായിരുന്നു പദ്ധതി. ഇതിനായി ബ്യൂറോക്രസിയിലെയും മാധ്യമങ്ങളിലെയും ചില സ്വാധീന ശക്തികൾ സമരക്കാർക്കൊപ്പം നിന്നുവെന്ന വാദവും ഉയർന്നുവന്നു. രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കാൻ വിദേശ ശക്തികൾ ഇടപെട്ടതിൻ്റെ ഫലമാണ് മണിപ്പൂർ കലാപത്തിന് കാരണമെന്ന ആരോപണവും ശക്തമാണ്. മ്യാൻമാർ അതിർത്തിയിലെ മിഷണറിമാരെയും വ്യാജ ഇവാഞ്ചലിസ്റ്റ് പെന്തക്കോസ് പ്രസ്ഥാനങ്ങളെയും വരുതിയിലാക്കിയാണ് ഡീപ് സ്റ്റേറ്റ് പദ്ധതി തയ്യാറാക്കിയതെന്നാണ് നിരീക്ഷണം. മ്യാൻമറിലേക്ക് കടക്കുകയും ഇന്ത്യ വിരുദ്ധ വിമത ഗ്രൂപ്പുകൾക്ക് ഡ്രോണുകളടക്കം ഉള്ള ആയുധ പരിശീലനം നൽകിയതിനും മാത്യു അരോൺ വാൻ ഡെക് എന്ന അമേരിക്കൻ പൗരനും 6 ഉക്രൈൻ പൗരന്മാരും NIA-യുടെ പിടിയിലായിരുന്നു. ഡൽഹി, ലക്നൗ, കൊൽക്കത്ത എന്നീ വിമാനത്താവളങ്ങൾ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ടൂറിസ്റ്റ് വിസയിൽ എത്തിയ ഇവർ വിദേശികൾക്ക് അനുമതിയില്ലാത്ത മണിപ്പൂരിലെ മേഖലകളിലേക്ക് കടക്കുകയും അതിർത്തി കടന്ന് മ്യാൻമറിലെത്തി ഇന്ത്യ വിരുദ്ധ വിമത സംഘങ്ങൾക്ക് ആയുധ പരിശീലനം നൽകുകയുമായിരുന്നു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ എന്നീ നമ്മുടെ അയൽരാജ്യങ്ങളിൽ ഭരണ അസ്ഥിരത ഉറപ്പാക്കാനും അതുവഴി തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നേടിയെടുക്കാനും അമേരിക്കയ്ക്കും ഡീപ് സ്റ്റേറ്റിനും സയനിസ്റ്റുകൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഭരണത്തിൽ ഉദ്യോഗസ്ഥ സൈനിക നേതൃത്വങ്ങൾക്ക് പരിധിയിൽ കൂടുതൽ ഇടപെടാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കാത്തതും രാജ്യത്ത് കരുത്തുറ്റ രാഷ്ട്രീയ നേതൃത്വം നിലകൊള്ളുന്നതുമാണ് ഇത്തരം അജണ്ടകളിൽ വീഴാതിരിക്കാൻ ഭാരതത്തെ പ്രാപ്തമാക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ഭാരതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൽ പെട്ടെന്നാണ് മാറ്റമുണ്ടായത്. ഇതിനു പിന്നിൽ ഡീപ് സ്റ്റേറ്റിൻ്റെയും സയനിസ്റ്റ് ലോബിയുടെയും താൽപ്പര്യം ആണെന്ന് വ്യക്തം. നമുക്കെതിരെ പ്രഖ്യാപിക്കപ്പെട്ട വ്യാപാര യുദ്ധവും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ 25% നികുതി അടക്കം ആകെ നികുതി ഭാരം 50%-ലേക്ക് ഉയർത്തിയതും നമ്മുടെ ഓർമ്മയിൽ നിന്ന് മറഞ്ഞിട്ടില്ല. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടർന്നാൽ പിഴച്ചുങ്കം 500%-ആക്കി ഉയർത്തും എന്നും ഭീഷണിയുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത ട്രംപിനെ നാം ഞെട്ടിച്ചു. ഭാരതത്തെയും ചൈനയെയും നരകതുല്യമായ രാജ്യങ്ങൾ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ താൻ മധ്യസ്ഥത വഹിച്ചെന്നും താൻ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഭാരതവും പാകിസ്ഥാനും വെടിനിർത്തലിന് തയ്യാറായതെന്നും ട്രംപ് നടത്തിയ പ്രസ്താവന ഭാരതം തള്ളിക്കളഞ്ഞിരുന്നു. അന്താരാഷ്ട്ര വേദികളിലെല്ലാം ട്രംപ് അവകാശവാദം ആവർത്തിച്ചെങ്കിലും ഭാരതം നിലപാടിൽ ഉറച്ചു നിൽക്കുകയും
പ്രതികരണത്തിൽ സംയമനം പാലിക്കുകയും ചെയ്തു. അമേരിക്കയുമായി വ്യാപാര യുദ്ധം നിലനിന്നിരുന്ന സമയത്ത് നമ്മുടെ കയറ്റുമതിയെ അത് സാരമായി ബാധിക്കുകയും വിപണിയിൽ വലിയ അനിശ്ചിതത്വം ഉടലെടുക്കുകയും ചെയ്തിരുന്നു. യൂറോപ്യൻ യൂണിയനും മറ്റ് രാജ്യങ്ങളുമായടക്കം ബദൽ കരാറുകൾ സാധ്യമാക്കിയെങ്കിലും അമേരിക്കൻ പ്രതികാര ചുങ്കം ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. മറ്റു പല രാജ്യങ്ങൾക്കെതിരെയും അമേരിക്ക സമാനമായ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും അനുനയത്തിൻ്റെ പാത അവർ സ്വീകരിക്കുകയും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുകയും ചെയ്തു. സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നീങ്ങിയ ഭാരതത്തെ ഇത്തരത്തിൽ തളർത്താൻ നോക്കിയപ്പോഴും ഭാരതത്തിൻ്റെ GDP വളർച്ച 7% മുകളിൽ തുടരും എന്നാണ് നിഗമനം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമം ആരംഭിച്ചെങ്കിലും ഭാരതം പ്രതിനിധി സംഘത്തെ അയച്ച് ലോകവ്യാപക പ്രചാരണം നടത്തുകയും നമ്മുടെ നിലപാടുകൾക്ക് ലഭിച്ച സ്വീകാര്യത ട്രംപിനെ ഞെട്ടിക്കുകയും ചെയ്തു. ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഭാരതം എടുത്ത നിലപാടിന് ലോക സമൂഹത്തിൻ്റെ അംഗീകാരവും ലഭിച്ചു. ഇസ്രയേൽ സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് അമേരിക്ക ഇറാനെതിരെ യുദ്ധം തുടങ്ങിയപ്പോഴും അതിൻ്റെ തിക്തഫലങ്ങൾ പേറിയത് ഏറെയും ഭാരതമാണ്. പക്ഷേ മറ്റു പല രാജ്യങ്ങളും ഇന്ധന പ്രതിസന്ധിയിൽ അകപ്പെടുകയും വൻ വിലവർധന നടപ്പിലാക്കുകയും ചെയ്തപ്പോഴും നമ്മുടെ രാജ്യം പിടിച്ചുനിന്നു. നിർണായക ഘട്ടത്തിൽ UAE-യുമായി ഊർജ്ജ സഹകരണ കരാർ സാധ്യമാക്കി ഭാരതം പ്ലാൻ ബിയും നടപ്പിലാക്കി. യുദ്ധക്കെടുതികൾക്കിടയിലും ഇറാൻ ഭരണകൂടം ഭാരതത്തോടും ഭാരതത്തിലെ ജനസമൂഹത്തോടും സ്വീകരിച്ച അനുഭാവപൂർവമായ നിലപാടും വലിയ രീതിയിൽ ചർച്ചയായി. അതേസമയം ലോകവ്യാപകമായി അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മയും സഖ്യങ്ങളും ശക്തിപ്പെടുന്നത് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കും ഡീപ് സ്റ്റേറ്റിനും എതിരായുള്ള വലിയ പ്രതിരോധമായി മാറുമെന്ന് ഉറപ്പാണ്. ഭാരതം നേതൃത്വം നൽകുന്ന ഡോളർ വിരുദ്ധ കൂട്ടായ്മയായ ബ്രിക്സും റഷ്യ, ഇന്ത്യ, ചൈന രാജ്യങ്ങൾ അണിനിരക്കുന്ന RIC സഖ്യവും ഉറച്ച നിലപാടുകളുമായി മുന്നോട്ടു പോകുന്നുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യ ഇടപാടുകളിൽ ഡോളറിന് ബദൽ കറൻസി അടക്കമുള്ള നീക്കവും പ്രാദേശിക കറൻസികളിൽ നടത്തുന്ന ഇടപാടുകളും വർദ്ധിക്കുന്നുണ്ട്. സമഗ്രാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു നീക്കവും നഖശിഖാന്തം എതിർത്ത് പരാജയപ്പെടുത്തുക എന്നതാണ് അമേരിക്കയുടെയും CIA-യുടെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും അജണ്ട. അതിനാൽ തന്നെ വരും നാളുകളിൽ ഇത്തരം നീക്കങ്ങൾക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തേണ്ടതും അനിവാര്യമാണ്.